കൊണ്ട് പ്രാക്ടീസാ. എന്താ ബബ്ബാല പള്ളി അടിപൊളിയല്ലേ? സൂപ്പറായിട്ട് ഒന്ന് പോടാ അവിടെ നിന്ന്. ഉച്ചക്ക് കൂളിംഗ് ഗ്ലാസും വെച്ച് കിടക്കാണ്ട് പോയി പാട്ട് പഠിക്കട പോടാ. മനുഷ്യനെ ഉറപ്പിക്കാൻ നടക്കണം. അതെ, ഒന്ന് അടുത്ത് കാണാൻ പറ്റും? ഒന്ന് നോക്കട്ടെ. റെട്രോ ആണല്ലോ ഇവിടെ. ഇത് ജയൻ സാറോ കമൽ സാറോ? കമൽ സാറാണോ? കമൽ സാറാണ്. ഓക്കെ ഓക്കെ. അങ്ങനെ പറഞ്ഞപ്പോ ഒരു ഛായ ഒക്കെ വരുന്നുണ്ട്. മദനോത്സവം യാ പുടി കിട്ടി. മാടപ്രവാണ്. പക്ഷെ ഇവൻ മാടപ്രവാണ് ശരിക്കും. മീനൂട്ടി മാടപ്രാവാന്ന് തോന്നുന്നു. ഭയങ്കര കുറുമ്പനല്ലേ? മഹാകുറുമ്പനല്ലേ? എന്നാലും അവന് ഉള്ളിലൊരു മാടപ്രാവ്. അവൻ പുറത്തിങ്ങനെ കണ്ടെങ്കിലും കണ്ടോ അവന്റെ റേബാൻ ഗ്ലാസ് കണ്ടോ? ഇപ്പഴാ കാണുന്നേ. അടുത്ത് വന്നപ്പോ കൊള്ളാട്ടോ. കിട്ടില്ല കോസ്റ്റ്യൂം ഇടാം. ഇത് എത്ര നേരം എടുത്തത്? ആ മുടിയൊക്കെ കണ്ടില്ലേ? അത് വിഗല്ലേ? അത് എത്ര നേരം എടുത്തത് ഫിറ്റ് ചെയ്യാൻ? ഒരു മിനിറ്റ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് പോകുന്നു. പക്ഷെ ഇത് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ സ്റ്റൈൽ വേണമെങ്കിൽ ആക്കിക്കോ. വലുതായ പോലെ അല്ലേ? ആ സ്റ്റൈല് വേണ്ട. അല്ല ഞാൻ പറഞ്ഞ ഈ പാന്റും ഷർട്ടും അല്ല, ഈ ഹെയർ സ്റ്റൈലും സൺഗ്ലാസ് ഒക്കെ അടിപൊളിയായിട്ട്. നല്ല സൂപ്പർ വാച്ച് ഉണ്ട് കേട്ടോ. അത് കണ്ടോ? എല്ലാരും കണ്ടോ? ഈ വാച്ച് കണ്ടോ? എനിക്ക് ബെൽറ്റാ ഇഷ്ടപ്പെട്ടെ. ബെൽറ്റ് ഒക്കെ നോക്ക്. കിട്ടില്ല എന്തായാലും. ദൈവമേ, ഇതിപ്പോ ബെൽ ബോട്ടം പാന്റ് ആണോ? ഓക്കെ. അറിയാമോ ബെൽ ബോട്ടം എന്ന് പറഞ്ഞാൽ? അറിയാം. ഇപ്പൊ അത് പിന്നെ സ്റ്റൈലില് വന്നല്ലോ. അതെ വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ മക്കളെ, അപ്പൊ മാടപ്രാവ മദനോത്സവം ബാക്കി ഡീറ്റെയിൽസ്. ലിറിക്സ് ONV സാർ, മ്യൂസിക് സലിൽ ചൗധരി സാർ, സലിത. പാടിയത് യേശുദാസ് സാർ. ഫിലിം മദനോത്സവം, വർഷം 1978. 78 88 98 18. അപ്പൊ എത്ര വർഷമായി? അയ്യോ അങ്ങനെയൊന്നും പെട്ടെന്ന് 40 2026 മൈനസ് 1978. 46 വർഷമായി. കണക്കെല്ലാം മറന്നല്ലേ? മീനോട്ടിക്ക് എല്ലാം കണക്കാ. അപ്പോ 46 വർഷം മുമ്പേ ഉള്ള ഒരു പാട്ടാണ് നമ്മുടെ കിഷോര ചന്ദ്രശേഖരൻ പാടാൻ പോകുന്നത്. സൂപ്പർ ആവട്ടേടാ.
മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ ഈ സുഗന്ധയാമം ഈ മണ്ണും ഈ വിണ്ണും വരവേൽക്കയാണല്ലോ മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ ഈ വസന്തകാലം കൈനീട്ടി വരവേൽക്കയായി നീ വാ മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ. വെരി ഗുഡ് മോനെ. താങ്ക് യു. കുട്ടാ അനുപല്ലവിയിലാണ് ആക്ച്വലി ആ പാട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ആ അനുപല്ലവി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പല്ലവിയും അനുപല്ലവിയും ചരണം പലപ്പോഴും അനുപല്ലവിന്റെ റിപ്പീറ്റ് ആയതുകൊണ്ട് ഓക്കെ അനുപല്ലവി പാടിക്കഴിഞ്ഞ ഒരു സമാധാനം വരും കേൾക്കുമ്പോൾ. ഓക്കെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ ആ പെർഫോമൻസിന് വിളിക്കാൻ പോകുമ്പോൾ അവിടെയും ശ്രദ്ധ പോവും ഇവിടെയും ശ്രദ്ധ പോവും. അതും കിട്ടില്ല ഇതും കിട്ടില്ല അങ്ങനെയോ ഓക്കെ. അത് എനിക്ക് തോന്നുന്നു പഠിച്ചു വരും അല്ലേ എം ജെ സർ. ഒരു സ്റ്റേജ് ഓഫ് ലേണിംഗ് ആണ് അത്. ആ ഒരു ഓഡിയൻസിനെ സെൻസ് ചെയ്ത് ഇതേ കാര്യം ജഗത്കുട്ടിന് ഒരു ലൈവ് ഓഡിയൻസിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷെ ഇതൊരു കോമ്പറ്റീഷന്റെ സ്റ്റേജാണ്. അപ്പൊ ആദ്യം പാട്ടിന് ശ്രദ്ധ കൊടുത്തിട്ട് പാട്ടിന്റെ കാര്യങ്ങൾ സേഫാക്കി വെച്ചിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓക്കെ ഓൾ ഗുഡ് മിടുക്കൻ. അപ്പൊ ഓൾ ദി ബെസ്റ്റോ. താങ്ക് യു. പിന്നെ എന്റെ ഒപ്പം കുറച്ച് ആൾക്കാർ 3 ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത് നമ്മളെ നാട്ടില് ഒരു സംഗീത കൂട്ടായ്മയുണ്ട്. അപ്പൊ അവിടെ പോയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പാട്ടെല്ലാം പാടി സ്റ്റേജ് ഫിയറെല്ലാം മാറ്റുന്നത്. അപ്പോ അങ്ങനെ സ്റ്റേജ് ഫിയറിലെ കുറെ ആൾക്കാരെ സ്റ്റേജ് ഫിയറെല്ലാം മാറ്റി വേദിയിലേക്ക് സ്റ്റേജ് ഫിയർ മാറ്റാനായിട്ടൊരു സംഘടന. അങ്ങനെയല്ല സംഗീത കൂട്ടായ്മ സ്ട്രെസ് എല്ലാം മാറ്റാൻ വേണ്ടിട്ട് നമ്മള് സ്ട്രെസ് മാറ്റുന്ന സംഗീത കൂട്ടായ്മ. രാത്രി ഫുഡെല്ലാം കഴിച്ചു പോയിട്ട് പാടും. ബർത്ത്ഡേ ആഘോഷിക്കും. വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടെ പോയി പാടും. എങ്ങനെയായാലും നല്ലൊരു കാര്യമാണ്. സത്യത്തില് നല്ലൊരു കാര്യമാണ്. അവിടുന്ന് ബർത്ത്ഡേ ആഘോഷിക്കും, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കും. അങ്ങനെ നമസ്കാരം. സന്തോഷം. അവര് പാട്ട് പാടും. സാധാരണ ഇങ്ങനെയൊക്കെ കാണാറുള്ളത് നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് ഇതുപോലെ. ദുബായ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇതുപോലെ രാത്രി ഡിന്നറെല്ലാം കഴിഞ്ഞ് പോയി ഇതുപോലെ ബർത്ത്ഡേ ഫംഗ്ഷൻ മാരേജ് മറ്റേ ആനിവേഴ്സറി ഫംഗ്ഷൻസിനൊക്കെ പോയി ഇതുപോലെ പാടാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ വളരെ അപൂർവമായിട്ടാണ് നടക്കാറുള്ളത് അല്ലേ? അതിലൊന്നാണ് ഇവര്. പേര് പറയോ മൂന്നാളുടെ? ഷിജു സർ. ഓക്കെ. സ്കൂൾ അധ്യാപനാണ്. ഓ പ്രശാന്ത്. ഓക്കെ. നാരായണൻ വെള്ളോറ റിട്ടയർഡ് SC ആണ്. ഓക്കെ. ഈ സംഗീതം എന്ന് പറയുന്നത് എല്ലാരെയും ഒന്നിപ്പിക്കുന്ന അല്ലെ, എല്ലാ ഹൃദയങ്ങളും ഒന്നിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പേരുണ്ടോ കൂട്ടായ്മയ്ക്ക്? സ്നേഹക്കൂട്. അത് തന്നെ സ്നേഹക്കൂട്. 2 ക്ലബ്ബുകളുണ്ട് സാർ. അവരും നല്ലോണം പ്രോത്സാഹനം കൊടുക്കില്ല നാട്ടിലെ കുട്ടികൾക്ക്. യുവതാര വെള്ളോറയും ഉറവ് കലാ സംസ്കാരിക വേദിയും അവർക്ക് എല്ലാവിധ ഇത് കൊടുക്കുന്നത് നമ്മള് ഈ സ്നേഹക്കൂട് കൂട്ടായ്മയും അതുപോലെ യുവതാര വെള്ളോറ അതുപോലെ ഉറവ് കലാ സംസ്കാരം എല്ലാവർക്കും നമ്മുടെ താങ്ക് യു. ഇനി മാർക്കറിയാം അല്ലേ? ജഗത്കുട്ട, your score today is 97.5 out of 100. അപ്പൊ ജഗത് 3 പേരും പറഞ്ഞതൊക്കെ ശ്രദ്ധിക്കുക. അടുത്ത പ്രാവശ്യം നമുക്ക് അടിപൊളിയാക്കണം. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.